പോലീസ് ചിലരെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിൻ്റെ കള്ളക്കഥ ഒടുവിൽ പൊളിഞ്ഞു. കോടതി വിധിക്ക് ശേഷം പുറത്തിറങ്ങിയ ദിലീപ് പോലീസിനെതിരെയും മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയും ആഞ്ഞടിച്ചു. തനിക്കെതിരായ ഗൂഢാലോചനയുടെ ആദ്യ കണ്ണി മഞ്ജു വാര്യർ എന്നാണ് ദിലീപ് പറയുന്നത്. താൻ ഗൂഢാലോചനയുടെ ഇരയെന്ന് ദിലീപ് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് മഞ്ജു വാര്യരെ പേരെടുത്തു പറഞ്ഞ് പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള പ്രതികരണം. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. 8.5 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ദർബാർ ഹാൾ മൈതാനത്ത് സിനിമാ സംഘടനകൾ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് മഞ്ജു വാര്യർ ഉറപ്പിച്ചു പറഞ്ഞത്. വാക്കുകളുടെ പുകമറയിൽ താനാണെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും ആ വേദിയിൽ ദിലീപ് മറുപടി പറഞ്ഞില്ല. എൻ്റെ കൂടെ ഏറ്റവും അധികം സിനിമ ചെയ്തിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെയാണ് നോക്കി പോകുന്നത്. വളരെ ഭയക്കുന്ന, ഇത് സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യരുടെ വാക്കുകൾ നടനെതിരായ സംശയങ്ങൾ ബലപ്പെടുത്തി. ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷന് ബലം പകർന്നതും മഞ്ജുവിന്റെ ഈ നിലപാടാണ്. വിചാരണ കോടതിയിലെത്തി മൊഴി നൽകി മഞ്ജു വാര്യർ പ്രോസിക്യൂഷന്റെ പ്രധാന സാക്ഷിയുമായി. അറസ്റ്റിന് പിന്നാലെ 2017 ഓഗസ്റ്റിൽ ജാമ്യ ഹർജിയിൽ തന്നെ ദിലീപ് താൻ ഗൂഢാലോചനയുടെ ഇരയാണെന്ന് ആരോപിച്ചിരുന്നു. സിനിമാ രംഗത്തെ പ്രബലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും മാധ്യമങ്ങളെയും പോലീസിനെയും രാഷ്ട്രീയ നേതാക്കളെയും ഇവർ സ്വാധീനിച്ചെന്നും ദിലീപ് കുറ്റപ്പെടുത്തിയിരുന്നു. വിധി കേട്ട ശേഷം കോടതി മുറ്റത്ത് ദിലീപ് ഇതുതന്നെ ആവർത്തിച്ചു. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥരും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് എന്നെ വേട്ടയാടിയത്. തന്നെ പ്രതിയാക്കാനാണ് ഗൂഢാലോചന നടന്നതെന്നും അതിന്റെ ആദ്യ കണ്ണി മഞ്ജു വാര്യരെന്നും പരസ്യമാക്കുമ്പോൾ ദിലീപ് ലക്ഷ്യം വെക്കുന്നത് എന്ത്? പേര് പറഞ്ഞുള്ള ദിലീപിന്റെ വിമർശനത്തോട് മഞ്ജു വാര്യരും അതിജീവിത അടക്കമുള്ളവരും പ്രതികരിക്കുമോ എന്നും കാത്തിരിക്കാം. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയെങ്കിലും വിധി നീതി നിഷേധമെന്ന പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു കേട്ടത്. ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ തിരക്കഥയുടെ ക്രൂരമായ പ്രദർശനമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പാർവതി തിരുവോത്ത് വിമർശിച്ചു. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ റിമ കല്ലിങ്കലും രമ്യ നമ്പീശനും അവൾക്കൊപ്പം എന്നെഴുതിയ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് സർക്കാർ കേന്ദ്രങ്ങളും വ്യക്തമാക്കി. കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. ഗൂഢാലോചന സംബന്ധിച്ച് തെളിവുണ്ടായിട്ടും വിചാരണ കോടതി ഇത് പരിഗണിച്ചില്ലെന്ന് കാട്ടി ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ദിലീപ് അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇവരെ വെറുതെ വിട്ടത്. എന്നാൽ ഗൂഢാലോചന സംബന്ധിച്ച് കൃത്യമായ തെളിവുണ്ടായിട്ടും ഇത് പരിഗണിച്ചില്ലെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. ഉടൻ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും. ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. കുറ്റം തെളിയിക്കപ്പെട്ടു, അത് പ്രധാനപ്പെട്ടത് തന്നെ. എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ. ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നതനാണെങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ഉന്നതനാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൂട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് കോടതി ശിക്ഷിക്കപ്പെടാൻ ഇടവന്ന കാരണവും വെറുതെ വിടാനുണ്ടായ കാരണവും മനസ്സിലാക്കിയിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റും.
ഏറെ കോളിളക്കം സൃഷ്ടിച്ച തീരുമാനമായിരുന്നു ദിലീപിന്റെ അറസ്റ്റ്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സർക്കാർ അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത്. ദിലീപിനെ അടക്കം വെറുതെ വിട്ടതോടെ വിധി സർക്കാരിനു കൂടി തിരിച്ചടിയായി. അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ നിയമ പോരാട്ടം തുടരുമെന്നാണ് സർക്കാർ നിലപാട്. അതിജീവിതക്കൊപ്പമാണ് ഗവൺമെന്റ്. ഇന്നേ അവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ്. ആ നിലപാടിന്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കും. അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവൺമെന്റിന്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് CPIM എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണിതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെന്റ് ആ നിലപാട് തന്നെ സ്വീകരിക്കും. ദിലീപ് അടക്കം ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ വിധി സർക്കാരിന്റെ രാഷ്ട്രീയ വിജയം കൂടിയായേനെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ തൊട്ടു തലേന്നാണ് പ്രമാദമായ കേസിൽ വിധി വന്നത്. വിധി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് അപ്പീൽ പോവാനുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടായ തീരുമാനം. ന്യൂസ് 18 കൊച്ചി.